ക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ ഉടൻ തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി ഈ അടുത്ത ദിവസം അസംബ്ലിയിൽ പറഞ്ഞത്. 6 ഗഡുക്കളാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത്. അതിലെ ഒരു ഗഡു നാളെ മുതലോ മറ്റോ കൊടുത്തു തുടങ്ങും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ക്ഷേമ പെൻഷൻ ഓർമ്മിക്കേണ്ടത് 2021 ഈ ഗവൺമെന്റ് വീണ്ടും വോട്ട് ചോദിച്ച് ജനസമ്മതി നേടി ഭരണത്തിൽ വരുമ്പോൾ അവർക്ക് കൊടുത്തിരുന്ന ഉറപ്പ് 1600 രൂപയിൽ നിന്ന് 2500 രൂപയാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ്. ആ വാഗ്ദാനം പാലിച്ചില്ല എന്നത് മാത്രവുമല്ല, രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം കൃത്യമായി മുടങ്ങാതെ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് തന്നെ നടക്കാതിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിൻ്റെ തിക്തഫലം, അതിൻ്റെ പ്രത്യാഘാതം എന്തായിരുന്നു എന്ന് ഇക്കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ നമ്മളെല്ലാം കണ്ടതാണ്. പാർട്ടിയിലെ അടിതൊട്ട് മുടി വരെ ഉള്ളവർ പറഞ്ഞു, പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ, ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിൽ വരുത്തിയ വീഴ്ച വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നിട്ട് പോലും പാഠം പഠിച്ചിട്ടില്ല. വരുമാനമില്ല അല്ലെങ്കിൽ ഖജനാവ് കാലിയാണ് എന്നൊക്കെ പറഞ്ഞ് എത്ര നാളാണ് മനുഷ്യരെ പരിഹസിക്കുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ ധനവർഷം എന്തൊക്കെ മാമാങ്കങ്ങൾ ഗവൺമെന്റ് ഇവിടെ നടത്തി. ആദ്യം നടത്തിയ കേരളീയം നടത്തുന്നതിന് വേണ്ടി ബഹുകോടികളാണ് ചെലവഴിച്ചത്. എന്തായിരുന്നു ആ ബഹുകോടികൾ ചെലവഴിച്ച് കേരളീയം നടത്തിയപ്പോൾ ഗവൺമെന്റ് പറഞ്ഞ എക്സ്പ്ലനേഷൻ, അതിന് നൽകിയ യുക്തിസഹമായിരുന്നോ? അതായത് ഈ കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, അതിനു വേണ്ടിയാണ് കേരളീയം നടത്തുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതായിരുന്നോ പ്രധാനം? അതോ കേരളത്തിന്റെ മുൻഗണന അനുസരിച്ച് ഭരണ സംവിധാനം മുൻപോട്ട് കൊണ്ടുപോകലായിരുന്നോ പ്രധാനം? അത് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്ന് കരുതാൻ ഇപ്പോഴും സാധ്യമല്ല. അത് മാത്രവുമല്ല, കേരളീയം നടത്തിയത് എങ്ങനെയാണ്? അതിന് ഫണ്ട് കണ്ടെത്തിയത് എങ്ങനെയാണ്? ഖജനാവിലെ കാശ് എടുക്കാവുന്നത്ര എടുത്തിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് നിർത്തിയില്ല. അതായത് കേരളീയം നടത്തിയത് തന്നെ ചിലരുടെയൊക്കെ കീശ വീർപ്പിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്നാണ് പൊതുജനം മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് കീശ വീർപ്പിച്ചത് എന്ന് നമുക്ക് ഒന്നോടെ ആലോചിച്ച് നോക്കാം. അതായത് സ്പോൺസർഷിപ്പ് വഴി ഫണ്ട് കളക്ട് ചെയ്യുക. അപ്പൊ ഈ സ്പോൺസർഷിപ്പ് വഴി, അതായത് വ്യാപാരികളെയും വ്യവസായികളെയും ഒക്കെ കണ്ട് സ്പോൺസർഷിപ്പ് വാങ്ങിക്കുക. അങ്ങനെ സ്പോൺസർഷിപ്പ് വാങ്ങിച്ച് അത് പണമാക്കി മാറ്റിയതൊക്കെ PRDയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോയത്. പക്ഷെ അതേപ്പറ്റി എത്ര തുക കളക്ട് ചെയ്തു എന്നോ അതെവിടെ വെച്ചിരിക്കുന്നു എന്നോ അത് എന്തിനു പ്രയോജനപ്പെടുത്തി എന്നുള്ള യാതൊരു തെളിവും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ചിന്തനീയമായ കാര്യം. അങ്ങനെ അതായത് ശരിക്കു പറഞ്ഞാല് കേന്ദ്ര ഗവൺമെന്റ് 2017 കൊണ്ടുവന്ന നിയമം എന്തായിരുന്നു? ഇലക്ട്രൽ ബോണ്ട് നിയമം. അതായത് ഇലക്ട്രൽ ബോണ്ട് വഴി പണം സമാഹരിച്ച് ഇലക്ഷൻ നടത്തുന്നത് തെറ്റല്ല, ന്യായമാണ് എന്ന ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിനെ പറ്റി റിസർവ് ബാങ്ക് തൊട്ട് എല്ലാവരും പറഞ്ഞിരുന്നു, അത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് എന്താണ് പറയുക, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സും പേഴ്സണൽ ഇൻകം ടാക്സും കൊടുക്കുന്നതിൽ നിന്നൊക്കെ വ്യക്തികളെയും കോർപ്പറേറ്റുകളെയും എന്താണ് പറയുക, എതിരെ കൊടുക്കാതിരിക്കാൻ പ്രോത്സാഹിപ്പിക്കും. എന്നിട്ട് ആ പണമാണ് ഇവിടെ കൊണ്ടുപോയിടുക. ആ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നത് ഗവനിക്കാതെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത്. അപ്പോ ഇവിടെ CPM ഉയർത്തിയിരുന്ന ഒരു വാദമുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വലിയ ഇഷ്യൂ ആയി. അവസാനം സുപ്രീം കോടതി ഇടപെട്ട് ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കി. തെറ്റ്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല, നിർത്തലാക്കണം എന്ന് പറഞ്ഞ് അടിവരയിട്ട് നിർത്തലാക്കി. അത് നിർത്തലാക്കിയ സമയത്തും CPM പറഞ്ഞത്, ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ഒരു പൈസ പോലും കേന്ദ്രത്തിനോ മറ്റാർക്കുമോ മേടിച്ചിട്ടില്ല. അതായത് ഒരു കമ്പനികളിൽ, ഒരു കോർപ്പറേറ്റുകളിൽ നിന്നും, ഒരു വ്യക്തിയിൽ നിന്നും ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി പണം സമാഹരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സ്പോൺസർഷിപ്പ് ഇലക്ട്രൽ ബോണ്ടിന്റെ മറ്റൊരു രൂപമാണ്
എന്ന കാര്യം ഗവൺമെന്റിന് എവിടെയെങ്കിലും തള്ളി പറയാൻ പറ്റുമോ? അപ്പോ എന്താണ് ഗവൺമെന്റ് കേരളീയം കൊണ്ട് ഉദ്ദേശിച്ചത്? കേരളീയം കൊണ്ട് ഉദ്ദേശിച്ചത് പണം സമാഹരിക്കുക, അനധികൃതമായ പണം സമാഹരിക്കുക. അതും മണി ലോണ്ടറിങ് തന്നെയാണ്, അതും നികുതി നിഷേധം തന്നെയാണ്. അപ്പൊ അങ്ങനെ നികുതി നിഷേധിച്ചും അല്ലാതെയും ഒക്കെ പണം സമാഹരിക്കുക എന്ന വ്യഗ്രതയിലാണ് കേരളീയം നടപ്പാക്കിയത്. അങ്ങനെ കേരളീയം നടപ്പാക്കി സ്പോൺസർഷിപ്പ് വഴി പണം കളക്ട് ചെയ്തു. അത് PRDയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോയി. ഒക്കെ കഴിഞ്ഞിട്ട് കേരളീയം തീരുന്ന ദിവസം ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത ആൾക്ക് ഒരു അവാർഡും കൊടുത്തു. ആരായിരുന്നു ആ അവാർഡ് വാങ്ങിച്ച ആള്? കമേഴ്ഷ്യൽ ടാക്സസിന്റെ കളക്ട് ചെയ്യേണ്ട തലപ്പത്തിരിക്കുന്ന ആൾക്കാണ് ആ അവാർഡ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ബജറ്റും ഒക്കെ എടുത്തു നോക്കിയാൽ അറിയാം, കിട്ടേണ്ടിയിരുന്ന നികുതി വരുമാനത്തിൽ, അതായത് ഇപ്പോ ശ്രീ ബാലഗോപാല് ഇപ്പൊ പുറത്തു വിട്ടിരിക്കുന്ന കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ വരുമാനത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. വലിയ മാറ്റം കഴിഞ്ഞ വർഷം വന്നു എന്നാണ്. നികുതി വരുമാനത്തിലും നികുതിയേതര വരുമാനത്തിലും ഒക്കെ വലിയ മാറ്റം വന്നു, വലിയ വർധനവ് വന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷെ അതിനേക്കാൾ വലിയ വർധനവ് വരുമായിരുന്നു ഈ കേരളീയം വഴിയുള്ള സ്പോൺസർഷിപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ. കാരണം ഒരു ക്വാറി ഉടമയോട് സ്പോൺസർഷിപ്പ് വാങ്ങുമ്പോൾ, ഒരു വ്യാപാരിയോട് സ്പോൺസർഷിപ്പ് വാങ്ങുമ്പോൾ, ഒരു വ്യവസായിയോട് സ്പോൺസർഷിപ്പ് വാങ്ങുമ്പോൾ അവരും ചില ആനുകൂല്യങ്ങൾ തിരിച്ചു പ്രതീക്ഷിക്കും. അങ്ങനെ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് സ്പോൺസർഷിപ്പ് കൊടുക്കാനായിട്ട് അവർ സ്പോൺസർഷിപ്പിന് അവർ തയ്യാറാകുന്നത്. അങ്ങനെ എത്ര കോടി കൊടുത്തുവോ ആ കോടികൾക്ക് ഉപരി കൂടുതൽ കോടികളുടെ ആനുകൂല്യമായിരിക്കും അവര് അവകാശപ്പെടുന്നത്. അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും സ്പോൺസർഷിപ്പിന് എടുക്കാനായിട്ട് തയ്യാറാകുന്നത്. അപ്പം അത് കഴിഞ്ഞു. അങ്ങനെ കേരളീയം നടത്തി പണം സമാഹരിച്ചു. എവിടെ പോയി എന്നറിയില്ല. അത് കഴിഞ്ഞ് നമുക്കറിയാം നവകേരള സദസ്സിൽ എന്താണ് ഗവൺമെന്റ് ചെയ്തത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് കൈയിട്ട് വരികയാണ് ചെയ്തത്. ഒരു കാരണവശാലും ഒരു സംസ്ഥാന സർക്കാരിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ കൈയിട്ട് വാരാനോ ചോദിച്ചു വാങ്ങാനോ അവകാശമില്ലെന്നിരിക്കെ അവരുടെ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് പണം വാങ്ങിയത്. എന്നിട്ട് നമുക്കറിയാം എത്രയോ സ്കൂൾ ക്യാമ്പസുകൾ, അതായത് മതിലുകൾ പൊളിച്ചും ഒക്കെ അരങ്ങേറ്റം നടത്തി. അങ്ങനെ നവകേരള സദസ്സ് നടത്തി. അപ്പൊ ഇതിനൊക്കെ പണം കണ്ടെത്തി. ഇതിനൊക്കെ പണം കണ്ടെത്തി എന്നുള്ളതിനേക്കാൾ ഉപരി കേരളീയവും നവകേരള സദസ്സും ഒക്കെ നടത്തിയ കാലഘട്ടത്തിൽ കേരളത്തിൽ ഭരണമില്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ഭരണമില്ലാതിരുന്ന സമയത്താണ് ഈ നികുതിയേതര വരുമാന സമാഹരണം ഒക്കെ വഴിമുട്ടി നിന്നത്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് കേരളത്തിന്റെ ഖജനാവ് കാലിയാകുന്ന അവസ്ഥ നാം കണ്ടു. എന്നിട്ട് അതിനെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രം തരുന്നില്ല എന്നാണ്. കേന്ദ്രം തരാതിരുന്നു എന്നുള്ളതും ശരിയാണ്. അതായത് കേന്ദ്രം സംസ്ഥാനങ്ങളെ, കേരളത്തെ മാത്രമായിട്ടല്ല എല്ലാ സംസ്ഥാനങ്ങളെയും സമ്മർദ്ദത്തിലാക്കത്തക്ക രീതിയിൽ ഒരുപാട് സെസ്സിലുണ്ടായ വർധനവ്, സർചാർജിലുണ്ടായ വർധനവ്, ഇതൊക്കെ സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന കർമ്മങ്ങളാണ്. ഇങ്ങനെയൊക്കെ കേന്ദ്രം പറ്റുന്ന രീതിയിലൊക്കെ സംസ്ഥാനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അവരുടെ ധനസമാഹരണ യജ്ഞത്തില് കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടിരുന്നു. ആ കൂട്ടത്തിലാണ് സംസ്ഥാന ഗവൺമെന്റും ഇതുപോലെ കെടുകാര്യസ്ഥതയോടുകൂടി മുന്നോട്ട് പോയത്. നമുക്കറിയാം CAGയുടെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2022-23 വർഷത്തെ 28,258.39 കോടി രൂപയാണ് പിരിച്ചെടുക്കാനുണ്ടായിരുന്ന നികുതിയേതര വരുമാന കുടിശ്ശിക. അപ്പൊ അതൊക്കെ പിരിച്ചെടുക്കാതെ പോയത്, പിന്നെ വകമാറ്റി ചെലവഴിച്ചത്, ദൂർത്ത്, ഇതിനെല്ലാം പണം ഉണ്ടായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒട്ടുമിക്ക സമയങ്ങളിലും മാസങ്ങളിലും ഈ പറയപ്പെട്ട എന്താ പറയുക, ഈ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായിരുന്നു.